ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് പുതിയൊരു നാഴികക്കല്ലായി മാറാൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് രാജ്യത്തിന്റെ ആദ്യത്തെ തദ്ദേശീയ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി ആവശ്യങ്ങൾ കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്ത അത്യാധുനിക പ്ലാറ്റ്ഫോമാണ്. ശത്രുവിന്റെ റഡാറുകൾ എളുപ്പത്തിൽ കണ്ടെത്താനാകാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി അധിഷ്ഠിത സംവിധാനങ്ങൾ, സെൻസർ ഫ്യൂഷൻ, ദീർഘദൂര ആക്രമണശേഷി, ഉയർന്ന പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഒരുമിച്ച് സംയോജിപ്പിച്ച് ഇന്ത്യയെ ആഗോള പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ മുൻനിരയിലേക്ക് ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നിലവിൽ 2035ഓടെ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഈ യുദ്ധവിമാനത്തിന്റെ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്. പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയെയും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള നീക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പ്രപ്പോസൽ അഭ്യർത്ഥനകൾ പുറത്തിറക്കിയതോടെ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഈ സുപ്രധാന പ്രതിരോധ പദ്ധതികൾ പങ്കാളികളാകാനുള്ള അവസരവും ലഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് ഇന്ത്യയുടെ ആഭ്യന്തര സാങ്കേതിക ശേഷിയും വ്യാവസായിക അടിത്തറയും കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ. AMCAയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതിന്റെ കുറഞ്ഞ നിരീക്ഷണ ശേഷിയുള്ള സ്റ്റെൽത്ത് ഡിസൈനാണ്. പ്രത്യേക ആകൃതിയിലുള്ള ഫ്യൂസലാജും റഡാർ പ്രതിഫലനം കുറയ്ക്കുന്ന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ശത്രുവിന്റെ റഡാർ സംവിധാനങ്ങളിൽ നിന്നും മറഞ്ഞു നിൽക്കാൻ വിമാനത്തിന് സാധിക്കും. ആയുധങ്ങൾ വിമാനത്തിന്റെ ആന്തരിക ബേകളിൽ സൂക്ഷിക്കുന്ന രീതിയും സ്റ്റെൽത്ത് പ്രൊഫൈൽ നിലനിർത്താൻ സഹായിക്കും. ഇതുവഴി ശത്രുവിന്റെ വ്യോമ പ്രതിരോധ ശൃംഖല തകർത്തുകൊണ്ട് ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ കൂടുതൽ സുരക്ഷിതമായി നിർവഹിക്കാൻ കഴിയും. ഈ പദ്ധതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത ഉയർന്ന വിശ്വാസ്യതയും കുറഞ്ഞ പരിപാലന ആവശ്യകതയുമാണ്. ഇന്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനം വിമാനത്തിന്റെ വിവിധ ഉപസംവിധാനങ്ങളെ തത്സമയം നിരീക്ഷിച്ച് തകരാറുകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കും. അതിനാൽ വലിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും വിമാനത്തിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുകയും ചെയ്യും. യുദ്ധ സാഹചര്യങ്ങൾ കൂടുതൽ സോർട്ടികൾ നടത്താൻ ഈ സംവിധാനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. ഫ്ലൈറ്റ് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റവും കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഡേറ്റ വിശകലന സംവിധാനങ്ങളും AMCAയുടെ പ്രധാന കരുത്തുകളായിരിക്കും. പറക്കുന്നതിനിടെ ലഭിക്കുന്ന ടെലിമെട്രി വിവരങ്ങൾ, എൻജിൻ പ്രകടനം, ഹൈഡ്രോളിക് സമ്മർദ്ദം, താപനില വ്യതിയാനങ്ങൾ, വൈദ്യുത സിഗ്നലുകൾ തുടങ്ങിയ വിവരങ്ങൾ അതിവേഗം വിശകലനം ചെയ്ത് പൈലറ്റിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയും. ഇതിലൂടെ യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങളെ കൂടുതൽ കൃത്യതയോടെ വിലയിരുത്താനും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. ലോകത്തിലെ നിലവിലുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും AMCAയുടെ രൂപകൽപ്പനയിൽ പരിഗണിച്ചിട്ടുണ്ട്. ചില വിദേശ പ്ലാറ്റ്ഫോമുകൾക്ക് ഉയർന്ന പ്രവർത്തന ചെലവ്, സങ്കീർണമായ പരിപാലനം, സോഫ്റ്റ്വെയർ സംയോജനത്തിലെ വെല്ലുവിളികൾ എന്നിവ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിൽ എളുപ്പത്തിൽ പരിപാലിക്കാവുന്നതും ഉയർന്ന പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതുമായ സംവിധാനങ്ങൾ വികസിപ്പിക്കാനാണ് ഇന്ത്യൻ പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സ്റ്റെൽത്ത് കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ദീർഘകാല ഉപയോഗത്തിനും കുറഞ്ഞ ചിലവിലുള്ള പ്രവർത്തനത്തിനും അനുയോജ്യമായ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സെൻസർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയും കൃത്രിമ ബുദ്ധിയും സംയോജിപ്പിക്കുന്നതിലൂടെ യുദ്ധഭൂമിയിലെ എല്ലാ വിവരങ്ങളും ഒരൊറ്റ ദൃശ്യരൂപത്തിൽ പൈലറ്റിന് ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വിവിധ സെൻസറുകളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സംയോജിപ്പിച്ച് ശത്രുവിന്റെ നീക്കങ്ങൾ, ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷിതമായ ആക്രമണ പാതകൾ എന്നിവ അതിവേഗം തിരിച്ചറിയാൻ സംവിധാനത്തിന് കഴിയും. ഇതുവഴി ആദ്യം കണ്ടെത്തുക, ആദ്യം ആക്രമിക്കുക, ആദ്യം അതിജീവിക്കുക എന്ന ആധുനിക വ്യോമയുദ്ധ സങ്കല്പത്തിന് അനുസൃതമായ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാനാണ് ശ്രമം. AMCAയെ ഒരു മൾട്ടി റോൾ യുദ്ധവിമാനമായാണ് രൂപകൽപ്പന ചെയ്യുന്നത്. വ്യോമ മേധാവിത്വം സ്ഥാപിക്കൽ, ആഴത്തിലുള്ള കരാക്രമണങ്ങൾ, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കൽ, കൃത്യതയാർന്ന ലക്ഷ്യ ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നും നിർവഹിക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഏകദേശം 55,000 അടി ഉയരത്തിൽ പ്രവർത്തിക്കാനും ആന്തരികമായ ആയുധങ്ങൾ വഹിക്കാനും ആവശ്യമായപ്പോൾ അധിക ബാഹ്യ പെലോഡുകൾ ഉപയോഗിക്കാനുമുള്ള ശേഷിയും പദ്ധതിയുടെ ഭാഗമാണ്. ഈ യുദ്ധവിമാനം ഒരു പ്രതിരോധ പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി സാങ്കേതിക വികസനത്തിനുള്ള അടിത്തറ കൂടിയായാണ് കണക്കാക്കപ്പെടുന്നത്. ആളില്ലാ യുദ്ധവിമാനങ്ങൾ, അടുത്ത തലമുറ പ്രതിരോധ സംവിധാനങ്ങൾ, അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ വികസനത്തിനും AMCAയിൽ നിന്നുള്ള അനുഭവങ്ങളും സാങ്കേതിക വിദ്യകളും വഴികാട്ടിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിന് ശക്തമായ പിന്തുണ നൽകുന്ന ഈ പദ്ധതി വിദേശ ആയുധ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനൊപ്പം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര പ്രതിരോധ സാങ്കേതിക രാഷ്ട്രങ്ങളിൽ ഒന്നാക്കി ഉയർത്താനുള്ള ദീർഘകാല ശ്രമത്തിന്റെ നിർണായക ഘടകമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.